ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവൻ ചിമ്മു. ഇന്ന് വന്നിരിക്കുന്നത് മട്ട റൈസ് അരി കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഏത് വേവുള്ള അരി നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 കപ്പ് മട്ട അരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മട്ട റൈസ് നന്നായി ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. പലരും പറയാറുണ്ട് കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, അതുപോലെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പല പ്രോബ്ലംസും പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരു 5 വർഷത്തോളമായി ഇങ്ങനെ തന്നെയാണ് ഇവിടെ ചോറ് ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ നമ്മുടെ കുക്കറിൽ വിസിൽ വരുന്ന ടൈമിൽ പലർക്കും പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. എനിക്കുണ്ടായിരുന്നൊരു പ്രോബ്ലം ആയിരുന്നു, വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പേ ആയിട്ട് എയറൊക്കെ സൈഡിലൂടെ പോകും. അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു ട്രിക്കായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചതല്ല, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. നമ്മുടെ ആ കുക്കറിൻ്റെ വാഷർ ഉണ്ടല്ലോ, റൗണ്ടിൽ വരുന്ന ബ്ലാക്ക്, അത് നമ്മളൊരു ദിവസം ഫുള്ളായിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാവില്ല. അവൾ പറഞ്ഞ ഉടനെ ഞാനത് പരീക്ഷിച്ച് നോക്കിയതാണ്. എനിക്ക് സക്സസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാഷർ എടുത്ത് നേരെ നമ്മുടെ ഫ്രീസറിലോട്ട് മാറ്റി വെക്കുക. ഒരു ദിവസം മുഴുവനായിട്ട് അങ്ങനെ വെക്കുക. പിറ്റേ ഡേയ്സ് നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നില്ലേ, അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. പലരും പൊതിർത്തിയൊക്കെ വെച്ചിട്ടാണ് കുക്കറിൽ ചോറ് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാനതിപ്പോൾ അരിയൊക്കെ മുഴുവനായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചൊരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം അതിന് നന്നായി എയർ പോയതിന് ശേഷം മാത്രം വാർത്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ വാർത്തെടുക്കുന്ന രീതിയൊക്കെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടുന്നതാണ്. കുക്കറിൽ യാതൊരുവിധ കംപ്ലൈൻറ്റും ആരും നിങ്ങളടുത്ത് പറയില്ല, അയ്യോ ചോറിൽ വെള്ളം ഒലിച്ചു പോയല്ലോ, ചോറ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ യാതൊരുവിധ കംപ്ലൈൻറ്റും പറയില്ലതാ. ഞാനിപ്പോൾ കുക്കറിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു, അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നവർക്കൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ചോറ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വെറും 10 മിനിറ്റ് മാത്രം മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. മീഡിയം ഫ്ലെയിമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2 വിസിൽ വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. ഇതവിടെ ഏകദേശം വിസിലൊക്കെ വരാനായിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നത് അലൂമിനിയത്തിൻ്റെ കുക്കറായിരുന്നേ. ആ ടൈമിൽ നമ്മളിത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് കുക്കറിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡോട്ട് പോലെ കാണാൻ തുടങ്ങി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫേസ്ബുക്കിൽ എന്തോ റീഡ് ചെയ്തിരുന്നു, അലൂമിനിയത്തിൻ്റെ കുക്കർ നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡോട്ടൊക്കെ വരുന്നുണ്ടല്ലോ, അത് മാരകമായ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ റീഡ് ചെയ്തിരുന്നേ. അതിനുശേഷമാണ് ഞാൻ അലൂമിനിയത്തിൽ നിന്ന് സ്റ്റീൽ കുക്കറിലോട്ട് മാറിയത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ, പറ്റുവാണെങ്കിൽ. അങ്ങനെ ഞാൻ സ്റ്റീൽ കുക്കറായി ഇപ്പോൾ. അപ്പം വിസിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ സംസാരിച്ച് കുറച്ച് ലെങ്ത് ആയിപ്പോയി, സോറി. അപ്പോൾ 2 വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിസിലൊക്കെ പോയതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ എയറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളിനി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ കണ്ടോ, ഒട്ടും വെള്ളമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെയാണ് ട്വിസ്റ്റ്. പലരും ഇത് പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നേരിട്ട് ഞാൻ ഇതിലോട്ട് പൈപ്പിലെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. സാധാരണ പച്ചവെള്ളം പൈപ്പിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് ഞാനിതാ ഫുൾ ഒഴിച്ചു കൊടുത്ത് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഭാഗത്ത് തെറ്റിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ചോറിൽ വെള്ളം കൂടുന്നതും അതുപോലെ തന്നെ ചോറ് കുഴഞ്ഞു പോകുന്നതൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഫുള്ള് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വാർത്തുന്ന രീതി ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഇതുപോലൊരു തട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 ക്ലിപ്പും, ഇതുപോലുള്ള ക്ലിപ്പില്ലേ, നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലിപ്പ് കിട്ടുവാണെങ്കിൽ ഇതുപോലുള്ള ക്ലിപ്പ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലത്തെ തട്ട് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ചരിച്ച് വെച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കറക്റ്റ് അളവുള്ള പാത്രം കിട്ടാണ്ട്. അപ്പം ഞാനിത് അതുപോലെ 2 ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാനിത് ഇവിടെ ഇങ്ങനെ ചരിച്ച് വെച്ചെടുക്കാമെന്ന് നമ്മുടെ സിങ്കിൻ്റെ സൈഡിലോട്ടായിട്ട് ചരിച്ച് വെച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിലുള്ള വെള്ളം ഫുൾ ഇറങ്ങി താഴോട്ട് പോയിക്കോളും. ഇത് ഭയങ്കര സേഫാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചരിച്ച് അവിടെ വെച്ച് കൊടുത്താൽ മതി. വെള്ളം ഫുള്ളായിട്ട് അങ്ങ് പോയിക്കോളും. പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നേരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ റൈസ് എങ്ങനെ നമുക്ക് എത്രത്തോളം പെർഫെക്റ്റായി കിട്ടിയെന്നുള്ളത്.
ഇതാ വെള്ളമൊക്കെ ഇവിടെ ഫുള്ള് പോയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതൊന്ന് നേരെ വെച്ച് കാണിക്കാം കേട്ടോ. ഇതാ നമുക്ക് 2 ക്ലിപ്പ് എടുത്ത് മാറ്റി ഒന്ന് നോക്കാം നമ്മുടെ ചോറൊക്കെ എങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. രണ്ടും ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. ഇതാ റൈസ് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൽ കിടക്കുന്നുണ്ട്. ഇനി ഞാനതൊരു സ്പൂണ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഒന്ന് കാണിക്കാം. നല്ല മണി പോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത റൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം, എന്നാലേ നിങ്ങൾക്കിത് കറക്റ്റ് മനസ്സിലാവും. ഒട്ടും വെള്ളം ഉണ്ടല്ലോ. ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി പോലും ജലാംശം കാണില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ എനിക്ക് കൊണ്ടുപോകേണ്ട ചോറാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലേ? അപ്പം ഞാൻ ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് ഡെയിലി ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ കുക്കറിൽ റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയായിട്ട് കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഒരു 10 മിനിറ്റ് മാത്രം മതി കുക്കറിൽ റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ റൈസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിതിൽ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് ചോറ് കിട്ടും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ അല്പം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കായോ ഈ ചോറ് വെക്കുന്ന വീഡിയോയിൽ ഇത്ര കാര്യം സംസാരിക്കാനുണ്ടോ എന്ന് തോന്നുന്നുണ്ടാകും. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ ഈ ബാച്ചിലേഴ്സിനൊക്കെ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, വിശദമായി പറഞ്ഞത്. പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, അയ്യോ ഞങ്ങൾക്കൊന്ന് കുക്കറിൽ ചോറ് വെച്ചാൽ ഇങ്ങനെ കിട്ടാറില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.